നമസ്കാരം. സംസ്ഥാനത്തെ JDS നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. ഈ മാസം 9-ന് ചേരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. കർണാടകയിൽ JDS BJPയുമായി സഖ്യം ചേർന്നതിന് പിന്നാലെ കേരളത്തിലെ പാർട്ടി നേതൃത്വം ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അത് വെറും പ്രഖ്യാപനം മാത്രമായിരുന്നു. എങ്കിലും നിലവിൽ സാങ്കേതികമായി ഇപ്പോഴും JDS കർണാടക കേരള ഘടകങ്ങൾ ഒന്നാണ്. BJP ബന്ധത്തിന് പിന്നാലെ JDS തലവൻ HD ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല ദൃശ്യവിവാദം കൂടി പുറത്തു വന്നതോടെയാണ് പാർട്ടി രൂപീകരണത്തിലേക്ക് കടക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. സംസ്ഥാന പാർട്ടിയായി മാറാനാണ് നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇനിയും JDS ആയി തുടർന്നാൽ വിവാദ വിഷയങ്ങളിൽ LDFിനടക്കം വിശദീകരണം നൽകേണ്ടി വരും. അതാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചത്. കൂറുമാറ്റ നിരോധന നിയമത്തിൽ കുരുങ്ങാതെ പുതിയ പാർട്ടി എങ്ങനെ സാധ്യമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത്. അതിന് സംസ്ഥാന കമ്മിറ്റി ഒന്നാകെ മറ്റെന്തെങ്കിലും പാർട്ടിയിലേക്ക് ലയിക്കുകയാണ് ഒരു പരിഹാര മാർഗം. നിലവിൽ JDSന് സംസ്ഥാനത്ത് മന്ത്രിസ്ഥാനവും 2 MLAമാരുമുണ്ട്. അതിനിടെ LDFിലെ 4 ചെറു കക്ഷികളുടെ ലയനവും പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം എന്നാണ് മുന്നണി നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച ചർച്ചയും ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതായത് ജനതാദൾ S, NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ് ഈ പാർട്ടികളുടെ ലയനമാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. മഹാരാഷ്ട്രയിൽ NCP പിളർന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഇതിൻ്റെ ഭാഗമായി JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ 12 കക്ഷികളാണ് LDFിലുള്ളത്. CPM, CPI, കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് S, INL 2 വിഭാഗങ്ങൾ, RJD, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് കറിയ തോമസ്, നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്നീ കക്ഷികളാണ് LDFിലുള്ളത്.